ओम विष्णु पदाय पृष्ठाय भूतले श्रीमते जगदाग स्वामी निधिनाम नमाचार्य पदाय निताय पदाय गौरकथा दानदाय नवीन ज्ञानदाय जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त हरे कृष्णा कृष्ण कृष्णा हरे हरे राम 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 हरे वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय जय श्री चैतन्य जय नित्यानंद जय गौरचंद्र जय गौरभक्तवृंद। കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോ ഞാനിന്ന് വീട്ടിലായതുകൊണ്ട് റോഡ് സൈഡിലാണ്, അപ്പൊ കുറച്ച് വാഹന സൗണ്ട് ഉണ്ടാവാം, ക്ഷമിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതാരിക വായിച്ചു തീർത്തു. ദിവ്യശ്രീ മാതാജി അവതാരിക കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതില് അവസാനം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഗോപിനാഥ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഗോപിനാഥനായ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ഗോപിനാഥനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷ്ണൻ തന്റെ മുരളിയുടെ മധുരനാദത്താൽ ഗോപികമാരെ ആകർഷിച്ചതുപോലെ ആ അതീന്ദ്രിയ ശബ്ദസ്പന്ദനാൽ വായനക്കാരുടെ മനസ്സുകളെ ആകർഷിക്കട്ടെ എന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിന്റെ 1-ാം അധ്യായം തുടങ്ങുകയാണെന്നും ആ അധ്യായത്തിന്റെ പേരാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ. 31-ാമത്തെ പേജാണ് ചൈതന്യ ചരിതാമൃതം. അപ്പൊ അത് നമുക്ക് വായിച്ചു തീർക്കാം. അത് കഴിഞ്ഞ് 1-ാം അധ്യായം തുടങ്ങി വയ്ക്കാം. ശ്രീ ചൈതന്യ മഹാപ്രഭു രാധയുടെയും കൃഷ്ണന്റെയും സംയുക്ത രൂപമല്ലാതെ മറ്റാരുമല്ല. ശ്രീ രൂപഗോസ്വാമിയുടെ കാൽച്ചുവടുകൾ കർശനമായി പിന്തുടരുന്ന ഭക്തന്മാരുടെ ജീവനാണ്. അവിടെ നിന്ന് വിശ്വംഭരൻ എന്ന പേരിൽ തന്റെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകനായിരുന്നു സ്വരൂപ ദാമോദര ഗോസ്വാമി. അദ്ദേഹത്തിന്റെ 2 അനുയായികളായിരുന്ന ശ്രീ രൂപഗോസ്വാമിയും ശ്രീ സനാതന ഗോസ്വാമി. ശ്രീ രൂപഗോസ്വാമിയുടെ നേർ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ശ്രീ രഘുനാഥ് ഗോസ്വാമി. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവായ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ശ്രീ രൂപഗോസ്വാമിയുടെയും ശ്രീ രഘുനാഥ് ഗോസ്വാമിയുടെയും നേരിട്ടുള്ള ശിഷ്യനാണ്. ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ശിഷ്യനായിരുന്ന നരോത്തമദാസ് ഠാക്കൂർ അദ്ദേഹം വിശ്വനാഥ ചക്രവർത്തി തന്റെ സേവകനായി സ്വീകരിച്ചു. വിശ്വനാഥ ചക്രവർത്തി വിനോദ ഠാക്കൂറിന്റെ ഗുരുവായ ജഗന്നാഥ് ബാബാജി ശിഷ്യനായി സ്വീകരിച്ചു. ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ആത്മീയ ഗുരുവായ ഗോരകിഷോർ ദാസ് ബാബാജിയെ ഭക്തി വിനോദ് ഠാക്കൂർ ശിഷ്യനായി സ്വീകരിച്ചു. ഭക്തി സിദ്ധാന്ത സരസ്വതിയാണ് ഈ എളിവന്റെ ആത്മീയ ഗുരു. ഇവിടെ ആദ്യമായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുകയാണ്. ചൈതന്യ മഹാപ്രഭു രാധാകൃഷ്ണ നഹി അന്യ എന്ന് പറയുന്നുണ്ട്. അതായത് രാധാകൃഷ്ണൻ നിന്നും വ്യത്യസ്തമല്ല. അപ്പൊ രൂപഗോസ്വാമിയുടെ കാൽച്ചുവടുകൾ കർശനമായി പിന്തുടരുന്ന ഭക്തന്മാരുടെ ജീവനാണ് അവിടുന്ന്. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ പേര് ഇവിടെ പറയുന്നു വിശ്വംഭരൻ. ഇത് അദ്ദേഹത്തിനൊരു എൽഡർ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് വിശ്വരൂപ. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകനായിരുന്നു സ്വരൂപ് ദാമോദര ഗോസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ 2 അനുയായികളായിരുന്നു രൂപ ആൻഡ് സനാതന. അതില് സനാതന ഗോസ്വാമിയാണ് എൽഡർ.
അപ്പൊ അങ്ങനെ ആ പരമ്പര വരുന്ന അവിടുന്ന് പിന്നെ രൂപഗോസ്വാമി എന്ന് വീണ്ടും രഘുനാഥ് ഗോസ്വാമി, എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, അത് കഴിഞ്ഞ് നരോത്തം ദാസ് ഠാക്കൂർ, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അത് കഴിഞ്ഞ് ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്, അതിന്റെ അടുത്ത അനുയായി ഭക്തിവിനോദ് ഠാക്കൂർ, ഗൗർകിഷോർ ദാസ് ബാബാജി മഹാരാജ്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ്. അതിനുശേഷം ഉള്ള മാനേജ്മെന്റ് GBC ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോ പ്രഭുപാദര് ആദ്യം തന്റെ അവസ്ഥയെക്കുറിച്ച്, പൊസിഷനെ കുറിച്ച് ആദ്യം പറഞ്ഞു നിർത്തുകയാണ്. നാം ചൈതന്യ മഹാപ്രഭുവിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്നതാകയാൽ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഈ പതിപ്പിൽ ഭഗവാനാൽ തന്നെ ആദ്യം പൂജിക്കപ്പെട്ട നിവേദ്യത്തിന്റെ പ്രസാദോച്ഛിഷ്ടമല്ലാതെ നമ്മുടെ നിസാര ബുദ്ധിയിൽ പുതിയതായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട യാതൊന്നും ഉൾപ്പെടുകയില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു ത്രിഗുണാത്മകമായ ഭൗതിക തലത്തിലല്ല, മറിച്ച് മനുഷ്യജീവിയുടെ അപൂർണമായ ഇന്ദ്രിയ സംവേദനത്തിന്റെ പരിധിക്ക് അതീതമായ അതീന്ദ്രിയ തലത്തിലാണ്. ഏറ്റവും വിദ്യാസമ്പന്നനായ ലൗകിക പണ്ഡിതന്മാർക്ക് പോലും സ്വീകരണ മനോഭാവത്തോടെ സ്വയം ഈന്ദ്രിയ ശബ്ദത്തിന് സമർപ്പിക്കാത്ത പക്ഷം അതീന്ദ്രിയ തലത്തെ സമീപിക്കാനാവില്ല. കാരണം ആ മനോഭാവത്തിൽ മാത്രമേ ഒരുവന് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയൂ. ഓക്കെ, എല്ലാവർക്കും കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. മാത്രമേ ഒരുവന് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതിനാൽ ഇവിടെ വിവരിക്കപ്പെടുന്ന വിഷയങ്ങൾ അചേതനമായ മനസ്സിന്റെ ഊഹാഭോഗശീലങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട പരീക്ഷണപരമായ വിചാരങ്ങളും യാതൊരു ബന്ധവുമില്ല. ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം കേവലം മാനസികമായ കെട്ടുകഥയല്ല, മറിച്ച് മുകളിൽ വിവരിച്ച ശിഷ്യപരമ്പര വഴി സ്വീകരിക്കുന്നതിലൂടെ മാത്രം ഒരുവൻ ബോധ്യപ്പെടുന്ന യഥാർത്ഥ ആധ്യാത്മിക അനുഭവമാണ്. ആ പരമ്പരയിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ചൈതന്യ ചരിതാമൃതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചുള്ള വായനക്കാരന്റെ ഗ്രഹണശക്തിക്ക് ഭ്രംശമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഉപനിഷത്തുകളും വേദാന്ത സൂത്രവും അവയുടെ സ്വാഭാവികമായ വ്യാഖ്യാനങ്ങളായ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നിവയുമെല്ലാം മനസ്സിലാക്കിയവർക്കുള്ള ഒരു ബിരുദാനന്തര പഠനമാണ് ഇത്. അപ്പൊ ഇവിടെ ഞാൻ മൊത്തം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് ഇവിടെ ഗുരുപരമ്പരയ്ക്ക് പ്രഭുപാദര് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടി വരുന്ന ഒരു ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ആ പരമ്പരയിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ചൈതന്യ ചരിതാമൃതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചുള്ള വായനക്കാരന്റെ ഗ്രഹണ ശക്തിക്ക് ഭ്രംശമുണ്ടാക്കും പറയുന്നു. കാരണം ഇത് ഉപനിഷത്തുകളും വേദാന്ത സൂത്രവും അവയുടെ സ്വാഭാവിക വ്യാഖ്യാനങ്ങളായ ശ്രീമദ് ഭാഗവതം, ഭഗവത് എന്നിവയ്ക്കുമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബിരുദാനന്തര പഠനമാണ് ഇത്. ചൈതന്യ ചരിതാമൃതത്തിലെ പൊസിഷനുകൾ മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫില് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഈ പതിപ്പ് നിരപേക്ഷ സത്യത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരുടെ പഠനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു മാനസിക അഭ്യൂഹിയുടെ ഗർഭിഷ്ഠമായ പാണ്ഡിത്യമല്ല ഈ കൃതി, മറിച്ച് പരമ്പരയിലെ ഒരു ഉന്നത അധികാരിയുടെ ആജ്ഞ നിറവേറ്റുന്നതിനുള്ള ആത്മാർത്ഥമായ സേവനമാണ് ഈ എളിയ ഉദ്യമത്തിന്റെ സർവസ്വവും. ഇത് വേദശാസ്ത്രങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നില്ല. ആയതിനാൽ ശിഷ്യ പരമ്പരയിൽ തുടരുന്ന ഏതൊരുവനും കേവലം ശ്രവണത്തിലൂടെ ഈ ഗ്രന്ഥത്തിന്റെ സത്യ ബോധ്യമാകും. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രഥമ അധ്യായം നിരപേക്ഷ സത്യത്തെ വിവരിക്കുന്നു. 14 സംസ്കൃത ശ്ലോകങ്ങളോടെ ആരംഭിക്കുന്നു.
അടുത്ത 3 സംസ്കൃത ശ്ലോകങ്ങൾ വൃന്ദാവനത്തിലേക്ക് മൂർത്തികളായ രാധാ മദന മോഹൻ, ശ്രീ ഗോവിന്ദ ദേവൻ, ശ്രീ രാധാ എന്നിവരെ വർണ്ണിക്കുന്നു. 14 ശ്ലോകങ്ങളിൽ ആദ്യത്തേത് പരമസത്യത്തിന്റെ പ്രതീകമായ ചിത്രീകരണമാണ്. വാസ്തവത്തിൽ പ്രഥമ അധ്യായം മുഴുവനും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടത്തെ വ്യത്യസ്തമായ 6 അതീന്ദ്രിയ വിസ്തരണങ്ങളായി വിവരിക്കുന്ന ഒറ്റ ശ്ലോകത്തിന്റെ വിശകലനത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. ദീക്ഷാഗുരു, ശിക്ഷാഗുരു എന്നിങ്ങനെ 2 ഭാഗങ്ങളായി ആവിർഭവിക്കുന്ന ആധ്യാത്മിക ഗുരു എന്ന ആവിഷ്കാരമാണ് ആദ്യം വിവരിച്ചിട്ടുള്ളത്. ഇവർ രണ്ടും പരമസത്യത്തിന്റെ പ്രത്യേക ആവിഷ്കാരങ്ങളാണ്. ആകയാൽ അഭിന്നമാണ്. പരിശീലിക്കുന്നവരെന്നും പക്വത നേടിയവരെന്നും 2ആയി വിഭജിച്ചിട്ടുള്ള ഭക്തന്മാർ എന്ന തത്വത്തെ കുറിച്ച് അടുത്തതായി വിവരിച്ചിട്ടുണ്ട്. പിന്നീട് ഭഗവാനിൽ നിന്ന് അഭിന്നരെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഭഗവത് അവതാരത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. ഈ അവതാരങ്ങളെ 3ആയി പരിഗണിക്കുന്നു. 1 ഭഗവത് ശക്തി അവതാരങ്ങൾ, ഭഗവത് ഗുണങ്ങളുടെ അവതാരങ്ങൾ, ഭഗവത് അധികാരത്തിന്റെ അവതാരങ്ങൾ. ഇതിൽ കൃഷ്ണ ഭഗവാൻ നേരിട്ടുള്ള ആവിഷ്കാരങ്ങളും അതീന്ദ്ര ലീലകൾക്ക് വേണ്ടിയുള്ള ആവിഷ്കാരങ്ങളും വിവരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ഭഗവാന്റെ ശക്തികളാണ് വിവരിക്കുന്നത്. ഇതിൽ 3 മുഖ്യ ആവിഷ്കാരങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത് സാമ്രാജ്യത്തിന്റെ, അതായത് വൈകുണ്ഠത്തിലെ അവിടുത്തെ പത്മ, ദ്വാരകധാമത്തിലെ രാജ്ഞിമാർ, പിന്നെ സർവോപരി വ്രജധാമത്തിലെ കന്യകകൾ, അവസാനമായി ആവിഷ്കാരങ്ങളുടെ എല്ലാം ഉറവിടമായ സാക്ഷാൽ ഭഗവാനെ കുറിച്ചും വിവരിക്കുന്നു. ഇനി ഒരു പാരഗ്രാഫ് അത് വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവസാനിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടുത്തെ സമഗ്ര വിസ്തരങ്ങളും ശക്തിമാനായ ഭഗവാൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. എന്നാൽ അവിടുത്തെ നിത്യപാർശ്വതന്മാരായ ഭക്തന്മാർ അവിടുത്തെ ശക്തികളാണ്. ശക്തിമാനും ശക്തിയും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായി പ്രകടമാകുന്നതിനാൽ വ്യത്യസ്തങ്ങളാണ്. അപ്രകാരം നിരപേക്ഷ സത്യ ഏകത്വത്തിൽ നാനാത്വമായി പ്രകടമാകുന്നു. വേദാന്ത സൂത്രത്തിന്റെ ആസ്പദമാക്കിയുള്ള തത്വപരമായ ഈ സത്യം അചിന്ത്യഭേദ അഭേദ തത്വം, അഥവാ ഒരേ സമയം ഏകത്വവും വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന തത്വം എന്ന് വിളിക്കപ്പെടുന്നു. മുകളിൽ പറഞ്ഞ ആസ്തിക്യ വസ്തുക്കളുടെ പരമാർത്ഥങ്ങളോട് ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെയും അതീന്ദ്രിയ സ്ഥിതിയെ പറ്റി ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്നു. അപ്പോ ഇത് ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മള് ശ്ലോകം വായിച്ചില്ല. ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആദ്യമായി ആരെ വണങ്ങുന്നത്? വന്ദേ ഗുരുവും ഈശഭക്താൻ ഈശം ഈശാവതാരഹാൻ തത് പ്രകാശംസ തത്ശക്തി കൃഷ്ണ ചൈതന്യ സംശകം. ഇപ്പൊ ആദ്യമായിട്ട് ഗുരുക്കന്മാരെയാണ് ഭക്തന്മാർക്ക്, അവതാരങ്ങൾക്ക്, വിസ്തരങ്ങൾക്ക്, ശക്തികൾക്ക് ആദിപുരുഷനായ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ചൈതന്യ ചരിതാമൃതം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതി തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഗുരുവിന് പ്രാധാന്യമുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യന് നിന്ന് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശ്യവും ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശവും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പ്രഭുപാദർ എടുത്ത് പറയുന്നത് ഇത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഉദിച്ചതല്ല, പരമ്പരയിൽ വരുന്ന ഇതാണ് ഈ സമ്പ്രദായം. പ്രഭുപാദർ തരുന്ന ജ്ഞാനവും ഭഗവാനാൽ പൂജിക്കപ്പെട്ട നിവേദ്യ പ്രസാദത്തിന്റെ ഉച്ഛിഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ ജ്ഞാനം അതേപടി സ്വീകരിക്കാതെ ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ പറയുന്നത് 2 ഗുരുക്കളെ പറ്റിയാണ്. അതായത് ശിക്ഷാഗുരു, പിന്നെ ദീക്ഷാഗുരു. അപ്പൊ ഇത് രണ്ടും ഭഗവാന്റെ പ്രത്യേക ആവിഷ്കാരമായിട്ടാണ് പറയുന്നത്.
നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഗുരുക്കന്മാര്, അത് വർത്തമാന പ്രദക്ഷ ഗുരു, ശിക്ഷാഗുരു, ദീക്ഷാഗുരു. അപ്പൊ അതിൽ ശിക്ഷാഗുരുവും ദീക്ഷാഗുരുവും ഭഗവാന്റെ പ്രത്യേക ആവിഷ്കാരമാണെന്ന് പറയുന്നു. പിന്നെ എടുത്തു പറയുന്നത് ശക്തി ആൻഡ് ശക്തിമാനെ കുറിച്ചുകൂടെ പറയും. അതായത് ശക്തി പറഞ്ഞാൽ നമുക്കറിയാം എനർജി. അത് ഭഗവാന്റെ നിത്യ പാർഷദന്മാരാണ്. അതായത് ഭക്തന്മാർക്ക് തന്നെ ഒരു തത്വമുണ്ട്. അപ്പൊ അവരും ആ ശക്തിയിൽ പെടുന്നതാണ്. അപ്പൊ ശക്തിമാൻ എന്ന് പറഞ്ഞാല് ഭഗവാനെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ശക്തി ഉണ്ടെങ്കിൽ ശക്തിമാൻ ഉണ്ട്. എനർജി എന്ന് മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എനർജി ഉണ്ടെങ്കിൽ അത് പ്രൊസസ് ചെയ്യുന്ന ഒരാളും ഉണ്ട്. അതാണ് നമ്മള് ഭഗവാന്റെ ഒരു വ്യക്തിരൂപം, നമ്മള് വൈഷ്ണവ സമ്പ്രദായത്തിൽ വ്യക്തിരൂപം അംഗീകരിക്കുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയാണ്, പക്ഷെ പരമദിവ്യോത്തമ പുരുഷനായ വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ആ ഭക്തി തത്വത്തിൽ തന്നെ പരിശീലിക്കുന്നവരുണ്ട്. 2 വിഭാഗം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പക്വത നേടിയവർ, അങ്ങനെ 2 വിഭാഗമുണ്ട്. പിന്നെ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശക്തിയുടെ അവതാരം 1, 2 ഗുണങ്ങളുടെ അവതാരം, 3 അധികാരത്തിന്റെ അവതാരം കുറിച്ചുകൂടെ പറയുന്നു. അപ്പൊ ആ ശക്തികൾ എന്ന് പറയുമ്പോൾ അതിവിടെ പറയുന്നത് ഭഗവാന്റെ പത്നി, അതായത് ആത്മീയ ലോകത്തിലെ പത്നിമാരെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ദ്വാരകധാമത്തിലെ കന്യമാരെ കുറിച്ച് പറയുന്നുണ്ട്. വ്രതധാമത്തിലെ കന്യകമാരും. എന്ന് പറഞ്ഞാൽ ഭക്തന്മാരും ഭഗവാന്റെ ശക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ തത്വം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താ? നാനാത്വത്തിൽ ഏകത്വം, അചിന്ത്യഭേദ അഭേദ തത്വ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് എല്ലാം ഒന്നാണ്, എന്നാൽ വ്യത്യസ്തവുമാണ്. കാരണം ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാന്റെ ശക്തികളാണ്. അപ്പൊ നമ്മൾ ഭഗവാനുമായിട്ട് ഗുണത്തില് ഒന്നാണ്. പക്ഷെ എന്നാൽ ഭഗവാനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാനല്ല. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ അചിന്ത്യഭേദ അഭേദ തത്വ ആണ്. ഒരേ സമയം ഏകത്വവും വ്യത്യസ്തതയും ഉൾക്കൊള്ളുന്ന തത്വമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും അതീന്ദ്രിയ സ്ഥിതികളെ കുറിച്ച് ഈ അധ്യായത്തില് വിവരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ സമൂഹത്തില് ഇന്ന് പ്രത്യേകിച്ച് ഈ കലിയുഗത്തില് തെറ്റി ചെയ്ത് മനസ്സിലാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പ്രഭുപാദര ബുക്സ് വായിക്കുന്നത് കൊണ്ടും പ്രഭുപാദരുടെയും അല്ലെങ്കിൽ ഒരു പരമ്പരയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടും നമുക്കിത് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ സാധാരണ ജനങ്ങളോട് പുസ്തകങ്ങൾ പോയി പറഞ്ഞാല് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയ്ക്ക് നമ്മുടെ ഈ സമൂഹം നമ്മളെ സംശയത്തിന്റെ മുനയിൽ നിർത്തിക്കളയും. ഇവൻ ചിലപ്പോ നമ്മുടെ ഭക്തന്മാർ തന്നെ പലപ്പോഴും വന്ന് സംശയത്തോടു കൂടി ചോദിക്കാറുണ്ട്, ഇത് ശരിയാണോ പ്രഭു എന്നൊക്കെ. മായാശക്തി അത്രയ്ക്ക് പ്രബലമാണ്. അതായത് ഒരു കഥ പറയുന്നുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ഫിലോസഫിയാണ്. അപ്പൊ ഞാനൊരു ചെറിയ കഥ, ഒരു ഉദാഹരണമായിട്ട് ഒരു കഥ പറയാം. അതായത് ഒരിക്കല് ഒരു അച്ഛനും മകനും കൂടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒരു കഴുതയും കൊണ്ടാണ് പോകുന്നത്. കഴുതയും കൊണ്ട് പോവുകയാണ്, നടന്നു പോവുകയാണ്. അപ്പോഴ് ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും ഇത് കണ്ടിട്ട് അവരൊരു കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തിനവര് നടക്കണം, കഴുതയും കൊണ്ട് പോകുന്നു, പക്ഷെ ഇവര് നടന്നു പോകും. ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ആ പയ്യനെ കഴുതപ്പുറത്തിരുത്തിയിട്ട് നടന്നു പോകാമല്ലോ എന്ന് അവർ കമന്റ് ചെയ്യുക.
അപ്പോ അവരെന്ത് വിചാരിച്ചു, അച്ഛന്, അതായത് അച്ഛൻ കഴുതപ്പുറത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അച്ഛനെ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് ഈ കഴുതയും കൊണ്ട് നടന്നു പോവുകയാണ്. നടന്ന് കുറച്ചു ദൂരം നടന്നു പോയപ്പോ, കുറച്ചു ദൂരം കഴിഞ്ഞപ്പം വീണ്ടും ആൾക്കാര് കണ്ടു. നോക്കൂ, അച്ഛൻ അതിൽ കഴുതപ്പുറത്ത് കയറി ഇരുന്നിട്ട് പാവം ആ മകനെ നടത്തിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു, അച്ഛൻ ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് മകനെ കയറ്റിയിരുത്തി. എന്നിട്ട് അച്ഛൻ നടന്നു പോകുന്നു, മകൻ കഴുതപ്പുറത്ത് കയറി. അപ്പൊ കുറെ ദൂരം ഇറങ്ങിയപ്പോ രണ്ടുപേരും വീണ്ടും വേറൊരു ഫാമിലി അവരെ കണ്ടിട്ട് കമന്റ് ചെയ്യാണ്, ഇപ്പൊ ആരായിരിക്കുന്ന പയ്യനാണ്, മകനാണ് കഴുതപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ആ പാവം മകനെ കയറ്റിയിരുത്തിട്ട് അച്ഛനെ നടത്തിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നടന്നു പോയപ്പോ ഈ ആൾക്കാരുടെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, അച്ഛൻ കയറിയപ്പോഴും പ്രശ്നം, മകൻ കയറിയിരുന്നപ്പോഴും പ്രശ്നം. അപ്പൊ എന്ത് ചെയ്തു, ഇവര് രണ്ടുപേരും കൂടെ കയറി. അപ്പൊ ആൾക്കാർ വീണ്ടും കളിയാക്കി, ഇവ പാവം കഴുതയായിട്ട് കഷ്ടപ്പെടുന്നു പോയി. അപ്പൊ അവര് രണ്ടുപേരും ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, അവർ രണ്ടുപേരും ചേർന്ന് ആ കഴുതയെ തൂക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പൊ കുറെ ദൂരം ചെന്നപ്പോ വീണ്ടും യാത്രക്കാർ ചിരിക്കാൻ തുടങ്ങി, മണ്ടന്മാര്, വിഡ്ഢികൾ എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് സംശയം, ആരാണ് മണ്ടൻ, ഇവരെയാണോ മണ്ടൻ, അല്ലെ നമ്മളാണോ മണ്ടൻ? അപ്പോ അവര് തമ്മിൽ ചോദിച്ചു. അപ്പൊ കഴുത തിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് മണ്ടന്മാർ. അപ്പൊ അവരാലോചിക്കണം. അതുപോലെയാണ് ചില സമയത്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരി ഏത് തെറ്റ് ഏത് എന്നറിയില്ല. കാരണം സമൂഹം നമ്മൾ ഏത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പൊ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തില് യുദ്ധക്കളത്തിൽ വെച്ച് അർജുനും ഇതേ സംശയം ഉണ്ടായി. ആദ്യം കുറെ വാദങ്ങളൊക്കെ നിരത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം ഭഗവാന് തന്നെ ശരണം പ്രാപിച്ചു. ശിഷ്യസേകം ചാരിമാം താം പ്രകടനം. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഏതാണ് ശരി, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് വീണ്ടും ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഗുരു ഉള്ളത് കൊണ്ട്, അർജുനോടൊപ്പം ഭഗവാൻ ഉള്ളത് കൊണ്ട് അർജുനൻ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവിടെയാണ് നമ്മൾ ആ ഗുരുവിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇവിടെ ആദ്യമായിട്ട് ഗുരുവിനെ വണങ്ങുന്നതും ദീക്ഷാഗുരുവിന്റെയും കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നേരത്തെ വിവരിച്ചതാണ് രഹസ്യ കാരണങ്ങളെ കുറിച്ച്. അപ്പോ എല്ലാ ജനങ്ങൾക്കും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ഭഗവത് പ്രേമം കൊടുക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. അപ്പൊ ഭഗവത് പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആകുമോ, ഇല്ലാക്കുമോ എന്നൊരു ചോദ്യം വരും. പക്ഷെ ഭഗവാന്റെ പരിശുദ്ധമായ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നേടാൻ കഴിയും. ഭൗതികമായിട്ടുള്ള കാര്യമായ ശരി. കാരണം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, യോഗക്ഷേമം വഹാമ്യഹം, യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം. യഥാമി ബുദ്ധി യോഗം തം യേജനമാമുപയാന്തിതേ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. പരിശുദ്ധമായ ഭക്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ജനങ്ങൾ മോക്ഷം എന്ന് പറയും, പക്ഷെ അതിനെല്ലാം ഉപരി ആയിട്ട് ഈശ്വര പ്രേമം നേടുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവും നമ്മൾ ഇനി വരുമ്പോ ഈ ചൈതന്യ ചരിതാമൃതത്തിൽ അത് വായിക്കും. അതായത് രാമാനന്ദ റായും ചൈതന്യ മഹാപ്രഭു കൂടി നടത്തുന്ന സംവാദങ്ങളുണ്ട്, കോൺവെർസേഷൻസ്.
അപ്പൊ അതിൽ ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോ രാമാനന്ദനായി പല ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആ ഉത്തരത്തിലൊന്നും തൃപ്തനായില്ല. ഗോ ഫർദർ, കുറച്ചുകൂടി മുമ്പോട്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം പറഞ്ഞ് അവസാനം അദ്ദേഹം പരിശുദ്ധമായ ഭക്തി, അതായത് ഈശ്വര പ്രേമം, കൃഷ്ണപ്രേമം നേടുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് കിട്ടിക്കഴിയുമ്പോ നമുക്ക് എല്ലാം സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ നമുക്ക് അധ്യായം നമുക്ക് ഒരു ശ്ലോകം വായിച്ച് തുടങ്ങി വെക്കാം. ആദ്യത്തെ ശ്ലോകം ഇതാണ്. വന്ദേ ഗുരും ഈശഭക്താൻ ഈശാം ഈശാവതാരകൻ തത്പ്രകാശം ശക്തി കൃഷ്ണ ചൈതന്യ സംശകം. ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും അവിടുത്തെ സമത്വ വിക്തരങ്ങൾക്കും അവിടുത്തെ ശക്തികൾക്കും ആദിപുരുഷനായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനും ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രണ്ടാമത്, വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ സഹോദിതോ ഗൗരോദയോ പുഷ്പവന്തോ ചിത്രോ സന്തോഷോ തമോനുദോ. സൂര്യചന്ദ്രന്റെ പോലെയുള്ള ശ്രീകൃഷ്ണ ചൈതന്യന്റെ നിത്യാനന്ദ പ്രഭുവും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അജ്ഞതയുടെ അന്ധകാരം അകറ്റുവാനും അതുവഴി എല്ലാവരും അതുവഴി എല്ലാവരിലും അത്ഭുത അനുഗ്രഹങ്ങൾ അരുളുവാനുമായി ശ്രീ സൂര്യചന്ദ്രന്മാർ ഇപ്പോൾ ഗൗഡദേശ ചക്രവാളത്തിൽ ഒരേ സമയം ഉദയമായിരിക്കുകയാണ്. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ യദ്വൈതം ബ്രഹ്മോപനിഷതി തദപ്യസ്യ തനൂപാം യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോ അംശം ശപിതവാം ഷഡൈശ്വര്യോ പൂർണ്ണൈഹ ഭഗവാൻ സ്വയമയം ശ്രീ ചൈതന്യ കൃഷ്ണാത് ജഗതി പരം തത്വനിഹ. അവ്യക്തിക ബ്രഹ്മമെന്ന് ഉപനിഷത്തുകൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകുന്നു. അന്തരമിയായ പരമാത്മാവായി അറിയപ്പെടുന്ന അവിടുത്തെ സ്ത്രീ അംശവേഗവും ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണമായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ആകയാൽ പൂർണ്ണ സത്യമായ ശ്രീ ചൈതന്യ മഹാപ്രഭു തുല്യമായോ ഉപരിയായോ മറ്റൊരു സത്യവും ഇല്ല തന്നെ. ഇതിനൊന്നും ഭാവാർത്ഥമില്ല. അനാർപ്പിത ചരിതം ചിരാ കരുണയാവതീർണക്കലോ സമർപ്പയിതും ഉന്നതോജ്ജലരസാം സ്വഭക്തിശ്രീണം ഹരിപുടന സുന്ദര ദ്വിതി കദംബ സന്ദീപിത സദാ ഹൃദയകന്ധരേ സ്ഫുരഭുവൻ സച്ചിനന്ദന. ശ്രീമതി സച്ചിദേവിയുടെ പുത്രൻ അറിയപ്പെടുന്ന പരമപുരുഷ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അന്തപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോടു കൂടി വിളങ്ങുന്ന അവിടെ തന്റെ കാരണമില്ലാതെ കലിയുഗത്തിൽ ഇപ്പോൾ മറ്റൊരു അവതാരവും നൽകാൻ അവരുടെ ഉന്നതമായ രസമായ മാധുര്യ പ്രേമ രസം. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. അടുത്ത ശ്ലോകത്തിന്റെ വിവർത്തനം. ശ്രീ രാധാകൃഷ്ണന്മാരുടെ പ്രേമവ്യവഹാരങ്ങൾ ഭഗവാന്റെ അന്തരംഗ ഹ്ലാദിനി ശക്തിയുടെ ആവിഷ്കാരങ്ങളാകുന്നു. ശ്രീ രാധയും കൃഷ്ണനും മൗലികമായി ഒരേ വ്യക്തിത്വം തന്നെയാണെങ്കിലും അവർ കാലാതീതമായി രണ്ടായി രൂപഭേദം കൊണ്ടു. ഇപ്പോഴിതാ ആ രണ്ട് ദിവ്യ വ്യക്തിത്വങ്ങൾ ശ്രീചൈതന്യമായി വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ഇപ്രകാരം രാധാറാണിയുടെ മേനി നിറവും മനോഭാവവും സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ നമിക്കുന്നു. രാധാകൃഷ്ണ പ്രേമത്തിന്റെ മഹത്വവും ആ പ്രേമത്തിലൂടെ രാധയ്ക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന തന്നിലുള്ള വിസ്മയകരമായ ഗുണങ്ങളും തന്റെ പ്രേമത്തിന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന പരമാനന്ദവും
സ്വയം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച ഭഗവാൻ ഹരി ശ്രീരാധയുടെ ഭാവകാലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു സച്ചിദേവിയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചു. സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ സംഘർഷണ കാരണോദശായി ഗർഭോദശായി ചപയോ ദിശായി ശേഷസ്യ യസ്യാംശകലാസ നിത്യാനന്ദരാമ ശരണം നമസ്തു. നിത്യാനന്ദരാമൻ എന്റെ നിരന്തര സ്മരണയുടെ ലക്ഷ്യസ്ഥാനമായി തീരട്ടെ. സംഘർഷനും അനന്തശേഷനും കാരണ ഗർഭ ക്ഷീരസാഗരങ്ങളിൽ ശയിക്കുന്ന വിഷ്ണുവാനുമെല്ലാം അവിടുത്തെ സമഗ്ര അംശങ്ങളുടെ അംശങ്ങളുമാകുന്നു. ചതുർവ്യൂഹങ്ങളിൽ അതായത് വാസുദേവൻ, സംഘർഷണം, പ്രദ്യുമ്നൻ, അനന്തൻ, സംഘർഷണം അറിയപ്പെടുന്ന നിത്യാനന്ദരാമന്റെ ചരണകമലങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സർവൈശ്വര്യ സമ്പൂർണനായ അവിടുന്ന് ഭൗതിക സൃഷ്ടിയിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന വൈകുണ്ഠത്തിൽ വസിക്കുന്നു. 9-ാമത്തെ ശ്ലോകം. കാരണസമുദ്രത്തിൽ ശയിക്കുന്ന മായാശക്തിയുടെ യജമാനനും സർവ്വലോകങ്ങളുടെയും ആശ്രയവുമായ ആദ്യവൻ കാരുണദശായ വിഷ്ണു ആരുടെ ഭാഗിക പ്രതികരണമാണോ ആ നിത്യാനന്ദരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. 10-ാമത്തെ ശ്ലോകം. ഗർഭോദശായ വിഷ്ണു ആരുടെ അംശത്തിന്റെ അംശമാകുന്നുവോ ആ നിത്യാനന്ദരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ഗർഭോദശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും അങ്കുരിക്കുന്ന താമരയാണ് യോഗസൃഷ്ടമായ ബ്രഹ്മാവിന്റെ ജന്മസ്ഥലം. ആ താമരയുടെ തണ്ടാണ് ഗ്രഹ സമുച്ചയങ്ങളുടെ എല്ലാം വിശ്രമ സ്ഥാനം. 11. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു ആരുടെ അംശത്തിന്റെ അംശമാകുന്നുവോ ആ നിത്യാനന്ദരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആ ക്ഷീരദശായ വിഷ്ണു എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവും ലോകങ്ങളെയും പരിപാലിക്കുന്നവനുമാകും. അനന്തശേഷൻ അവിടത്തെ മറ്റൊരു ഭാഗിക വിസ്തരണമാണ്. 12-ാമത്തെ ശ്ലോകം വായിച്ചു നിർത്താം. ചെറിയൊരു പർപ്പോട്ട് പ്രഭാത് നൽകുന്നുണ്ട്. മഹാവിഷ്ണു ജഗത്കർത്ത മായയാ സൃജത്യച തസ്യാവതാരേവായം അദ്വൈതാചാര്യം ഈശ്വരഃ. അതിന്റെ വിവർത്തനം. മായാശക്തിയിലൂടെ വിശ്വപ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈതാചാര്യൻ. ഈ വരുന്ന ശ്ലോകത്തിനൊന്നും പ്രഭുപാദര് ഭാവാർത്ഥം നൽകിയിട്ടില്ല. അപ്പൊ നമുക്കിവിടെ 13-ാമത്തെ ശ്ലോകം വരെ വായിച്ച് നിർത്താം. 12, 13-ാമത് മുതൽ വായിക്കുക അടുത്ത ക്ലാസ്സില്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഭഗവാന്റെ വിസ്തരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അവതാരികയിലും നമ്മൾ വായിച്ചതാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സില് ഭഗവാന്റെ സൃഷ്ടി എങ്ങനെ ആണ് ദിവ്യശ്രീ മാതാജി വായിച്ചതാണ്. അതായത് ഭൗതിക ലോകവും വൈകുണ്ഠ ലോകവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ആത്മീയ ലോകത്തിന്റെ 4-ൽ 1 ഈ പ്രപഞ്ച സൃഷ്ടി. വൈകുണ്ഠം 4-ൽ 3 ആണെങ്കിൽ ഭൗതിക ലോകം 4-ൽ 1. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണം ഏതെന്ന് ചോദിച്ചാൽ ബലരാമനാണ്. ആ ബലരാമൻ നിന്നാണ് വ്യൂഹം, അതായത് ചതുർവിസ്തരങ്ങൾ വരുന്നത്. അതാണ് അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വേറൊരു ശക്തി, അതായത് ഹ്ലാദിനി ശക്തി, അതാണ് രാധാറാണി. അതും ഭഗവാന്റെ ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്. ഒന്ന് രാധാറാണി, ഇനി ഒന്ന് ബലരാമൻ. ആ രാധാറാണിയിൽ നിന്നാണ് പിന്നീട് സ്ത്രീ ദൈവങ്ങളുടെ ആവിർഭാവം വരുന്നത്. പക്ഷെ ഇത് ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ്, ആസ്വാദ ശക്തി. അപ്പൊ ബലരാമന് വീണ്ടും 4 വ്യൂഹങ്ങൾ, അതായത് അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ. അത് കഴിഞ്ഞ് വീണ്ടും സംഘർഷന് വീണ്ടും നാരായണൻ. ആ നാരായണനിൽ നിന്നാണ്
വീണ്ടും ചതുർവിസ്തരണം വരുന്നുണ്ട്. അതാണ് വീണ്ടും അനിരുദ്ധൻ, വാസുദേവൻ, മഹാസംഘർഷം. നേരത്തെ സംഘർഷനായിരുന്നു, രണ്ടാമത് നാരായണൻ മഹാസംഘർഷം. ആ മഹാസംഘർഷനാണ് പുരുഷാവതാരങ്ങളുടെ ആവിർഭാവം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള നേരത്തെ കാരണദേശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു. ക്ഷീരോദശ വിഷ്ണു നമുക്കറിയാം, പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നത്. അപ്പോ ആ ഗർഭോദശായ വിഷ്ണു എന്ന് വീണ്ടും ബ്രഹ്മാവ്, മഹാശിവൻ, അതിൽ നിന്നാണ് പിന്നെ ഗുണാവതാരങ്ങള് വരുന്നത്. അപ്പൊ അതില് ബ്രഹ്മാവ് നമുക്കറിയാം, സരസ്വതി, മഹാദേവൻ, പാർവതി. അപ്പൊ അതില് ഗുണാവതാരങ്ങൾ, അതായത് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് നാലായിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് വിഷ്ണു തത്വം, ശക്തി തത്വം, ശിവതത്വം, ജീവതത്വം. ഇപ്പൊ ജീവതത്വത്തിലാണ് നമ്മൾ ബ്രഹ്മാവ് ഉൾപ്പെടെ. വിഷ്ണു തത്വം ഭഗവാന്റെ ഡയറക്റ്റ് എക്സ്പാൻഷനാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ലീലാവതാരങ്ങള്, മന്വന്തരാവതാരങ്ങള്, ശക്തിയാവേശ അവതാരങ്ങള്, ശിവ വിസ്തരണങ്ങള്, നിയമക ശക്തികള്, 8 വസുക്കള്, പിന്നെ 12 ആദിത്യന്മാര്, ഇങ്ങനെയാണ് വരുന്നത് എക്സ്പാൻഷൻ വരുമ്പോ. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയില് പ്രഭുപാദർ എടുത്തു പറയുന്ന 6 അവതാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം, ശക്തി ആവേശ അവതാരം, മന്വന്തരാവതാരം, യുഗാവതാരം. അപ്പൊ അതിനും ഓരോന്നിനും എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ ഡീറ്റെയിൽസ് ഇല്ല. എന്തായാലും കാര്യം നമുക്ക് മനസ്സിലാക്കുക, ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ സിഹ ജ്ഞാന വൈരാഗ്യ യോ ചൈവ സന്നം ഭാഗവത ഇതി ഗണ എന്ന് പറയുന്നുണ്ട്. 6 പൊസിഷൻസ്. ഇപ്പൊ ഇവിടെ ചൈതന്യം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, അതായത് വൃന്ദാവനത്തിലെ 3 വിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന 3 വിഗ്രഹങ്ങളാണ് മദനമോഹൻ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ, രാധാ ഗോപിനാഥ. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർ ഈ 3 മൂർത്തിയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ 3 മൂർത്തിയും, അതായത് മദനമോഹൻ സംബന്ധ കുറിക്കുന്നതാണ്, ഗോവിന്ദൻ ആവിധേയ, ഗോപിനാഥ പ്രയോജനം. നമ്മൾ കേട്ടിട്ടുള്ള സംബന്ധ ആവിധേയ പ്രയോജനം. അപ്പൊ കൂടുതലും ഭഗവാന്റെ വിസ്തരണങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പരിശുദ്ധമായ ഭക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ ഒരു ഗ്യാരണ്ടി ആണ്. അപ്പൊ അതിന് വേറൊരു കഥയുണ്ട്. അതായത് പണ്ട് ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായ ഒരു കഥയായിരിക്കാം ഇത്. ഒരു വീട്ടില് 3 പേര് അഭയം ചോദിച്ചു വരുന്ന ഒരു കഥ. അതായത് സ്നേഹം, ലവ്, സന്തോഷം, ഹാപ്പിനെസ് ആൻഡ് പൈസ, മണി. 3 പേരും കൂടി ഒരു വീട്ടിൽ ചെല്ലും. അപ്പൊ അവിടെ ഉടമസ്ഥൻ ഉണ്ടാവില്ല. അപ്പോ ഭാര്യ പറയും ഉടമസ്ഥൻ ഇവിടെ ഇല്ല. അപ്പൊ ശരി, ഉടമസ്ഥൻ വരുമ്പോ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവര് തിരിച്ച് വീണ്ടും പോയിട്ട് വരും. അപ്പോ 2 പേരും ഉള്ളപ്പോൾ ഈ 3 പേരും അവിടെ വരും. പക്ഷെ അവർക്ക് 3 പേർക്കും അഭയം വേണം. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, അതായത് 3 പേരെയും ഒരുമിച്ച് വിളിച്ചു കയറ്റാൻ പറ്റില്ല. ഒരു സമയം ഒരാളിനെ മാത്രമേ വിളിച്ചു കയറ്റാൻ പറ്റൂ. അപ്പോ ഭാര്യയും ഭർത്താവും കൂടെ ചർച്ച ചെയ്യണം ആരാദ്യം വിളിച്ചു കയറ്റാം. ഇപ്പൊ വൈഫ് പറഞ്ഞു പൈസ വിളിക്കാം, നമുക്ക് ദരിദ്രനല്ലേ, ദാരിദ്ര്യം ആണ്, നമ്മൾ ദരിദ്രാവസ്ഥയിലാണ്, പൈസ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചർച്ചയായി. അപ്പോ പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞു,
ഒരു കാര്യം, നമുക്ക് ആദ്യം സ്നേഹത്തെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തെ ആദ്യം വിളിച്ചപ്പോൾ ഈ ബാക്കിയുള്ള രണ്ടുപേര്, അതായത് സന്തോഷവും പൈസയും ഓട്ടോമാറ്റിക്കാ അവരെ വീട്ടിൽ കയറി വന്നു. അപ്പൊ ആ ഉടമസ്ഥന് അതിശയമായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ ആദ്യം സ്നേഹം വിളിച്ചത് കൊണ്ടാണ് സന്തോഷവും, അതായത് പൈസ, ഐശ്വര്യവും കയറി വന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം പൈസയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും വരില്ലായിരുന്നു. അപ്പൊ അതുപോലെ സ്നേഹം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ലവ്, ഭഗവാനോടുള്ള സ്നേഹം, അത് തരുന്നതിന് വേണ്ടിയാണ് ഈ കാരുണ്യ അവതാരം എടുത്തത്. കാരുണ്യ അവതാരം. അപ്പോ ആ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചൈതന്യ മഹാപ്രഭുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഗുരു പരമ്പരയെ തൃപ്തിക്ക് വേണ്ടി ഗുരുവിനെ ആത്മാർത്ഥമായി സേവ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പരിശുദ്ധമായ ഭക്തി നേടാൻ കഴിയും. കാരണം ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല. യശ്വസാദാ ഭഗവത് പ്രസാദ യസ്യ പ്രസാദാൻ ഭഗവതി കൂതോടി. ഇതാണ് ഇതിന്റെ ചുരുക്കം. തുടർന്ന് നമുക്ക് വായിക്കാം അടുത്ത ക്ലാസ് മുതൽ. അപ്പം കുറച്ച് സമയം തരിക, എന്തെങ്കിലും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ. 5:45. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി. അതുപോലെ അന്തരംഗ ശക്തിക്കുള്ള 3 ഡിവിഷൻസ്: സച്ചിത് ആനന്ദ വിഗ്രഹ, സന്ദിനി, സന്ദിപ്, ക്ലാദിനി ശക്തി. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം വൈരാഗ്യ വിദ്യ, നിജഭക്തി യോഗ, വൈരാഗ്യ വിദ്യയും അതുപോലെ ഭക്തിയും തരുക എന്നുള്ളതായിരുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം, അഭിപ്രായങ്ങള്? ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? താങ്ക് യു പ്രഭുജി, താങ്ക് യു ഫോർ ദ ക്ലാസ്. ഭക്തജനങ്ങളെ, പ്രഭുവിന്റെ കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ദയവായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. സാർവ ഭട്ടാചാര്യ പറയുന്ന വൈരാഗ്യ വിദ്യ, നിജഭക്തി യോഗ, പുരാണ, ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി കൃപാംബുദി സ്തമഹം പ്രബദ്ധ്യേ. അതായത് വിരക്തിയും ഭക്തിയുത സേവനം എങ്ങനെ നേടിയെടുക്കാം എന്ന് ചൈതന്യ മഹാപ്രഭു കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്
ഈ അവതാരം എടുത്തത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും ആന്തരികമായിട്ടുള്ള രഹസ്യ കാരണങ്ങളുമുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പാട്ടുണ്ട്, ഏനച്ചി ഔഷധിമായ നാസിബരലാക്കി ഹരിനാമ മഹാമന്ത്ര ലാവത്തൂമോ. മായ നശിപ്പിക്കാൻ മരുന്നുകൊണ്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അതാണ് ഈ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്ന് ജപിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ നമുക്ക് ഭഗവാന്റെ പ്രേമം, പരിശുദ്ധമായ ഭക്തി നമുക്ക് കിട്ടും എന്ന് പ്രഭുപാദര് പറയുന്നു. ജപത്തിൽ തന്നെ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നാമജപം എന്ന് പറയുന്നുണ്ട് പ്രഭുപാദര്. അത് നമ്മൾ തനിയെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാമം ജപിക്കാം, നാമജപത്തിൽ നമുക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാക്കാം എന്നുള്ളത്. കാരണം പ്രഭുപാദര് പറയുന്നുണ്ട് 95% പ്രോഗ്രസ് നാമജപത്തെ അടിസ്ഥാനമാക്കിയാണ്. പ്രഭുപാദര് ഒരിക്കല് ശിഷ്യന്മാരെല്ലാം ചോദിച്ചു, അല്ല എന്താണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം? പലരും പല ആൻസർ പറഞ്ഞു. ചില പറഞ്ഞു അമ്പലം കെട്ടുക, അല്ലെങ്കിൽ പല പല ആൻസർ, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ അതൊന്നും അല്ല ചൈതന്യ മഹാത് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാമകീർത്തനം, ഹരിനാമ പ്രചരണമാണ് എന്ന് പ്രഭുപാദര് എടുത്ത് പറഞ്ഞു. അപ്പൊ പ്രഭുപാദര് ഇത്രയും ആത്മാർത്ഥമായി ഉറക്കം കഴിഞ്ഞിരുന്ന് ഇത്രയും പങ്കുകൾ എഴുതുകയും ലോകമെമ്പാടിൽ സഞ്ചരിച്ച് പ്രചാരം ചെയ്തതിന്റെയും പ്രധാന ഉദ്ദേശം എല്ലാരെയും കൊണ്ട് നാമം ജപിപ്പിക്കുക എന്നുള്ളതാണ്. ഭഗവത്ഗീത മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ എല്ലാം കൽമിനേഷൻ, അൾട്ടിമേറ്റ്, അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നാമജപം ചെയ്യുക എന്നുള്ളത്, ഭഗവാനെ സ്തുതിക്കുക. കലിയുഗത്തില് നമ്മുടെ ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി തരുന്ന ഒരേ ഒരു കാര്യം നാമജപമാണ്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കും സംശയ അഭിപ്രായം ഇല്ലെങ്കിൽ ഇവിടെ നിർത്താം. 5:45 വരെയാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രണാം. പ്രഭുവിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല പ്രഭുജി, പ്രത്യേകിച്ച് എക്സ്ട്രാ പോയിന്റ്സ് പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ സ്ഫുടത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ പറയരുത് പ്രഭു. വളരെ നല്ല ക്ലാസ് ആണ് പ്രഭു എടുക്കുന്നത്. എല്ലാ ആഴ്ചയും പ്രഭുവിനെ പോലുള്ള സീനിയർ വൈഷ്ണവരുടെ നിന്ന് നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാ ആഴ്ചയും ഇതേപോലെ ക്ലാസ് തന്നെ അനുഗ്രഹിക്കണം പ്രഭുജി. വളരെ സന്തോഷം. പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, പഠിക്കുന്നു. എന്തെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ജപ വർക്ക്ഷോപ്പ് നടത്തിയാൽ ഇതെന്റെ ഒരു പേഴ്സണൽ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ പലപ്പോഴും നമ്മുടെ ജപം ചെയ്യണം. അത് മാത്രമല്ല ഒരുമിച്ചിരുന്ന് ജപ വർക്ക്ഷോപ്പ് എന്ന് പറയും. ചിലപ്പോ നമ്മൾ പ്രോഗ്രസ്, പലപ്പോഴും എന്തുകൊണ്ട് പ്രോഗ്രസ് ആകുന്നില്ല എന്നൊരു ചോദ്യം വരാം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, അസോസിയേഷൻ എടുക്കുന്നു, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ആധ്യാത്മികമായി പുരോഗമിക്കുന്നില്ല? പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമുക്ക് ഡിറ്റാച്ച്മെന്റ്, ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് വരുന്നു, അതാണ് നമ്മുടെ പ്രോഗ്രസ് കാണിക്കുന്നത്. അതാണ് ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഒരു ഏകാദശി മുതൽ അടുത്ത ഏകാദശി വരെ ചെക്ക് ചെയ്യുക നമ്മുടെ ജപവും സാധനയും എല്ലാം. ഓക്കെ, ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, വളരെ സന്തോഷം. നന്ദി ഹരേ പ്രഭുജി. കൃഷ്ണ. തീർച്ചയായിട്ടും നമുക്കൊരു വർക്ക്ഷോപ്പ് ഇതേപോലെ നടത്താം പ്രഭു. പ്രഭുവിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് മതി. ചെയ്യാം പ്രഭു. പലരും പല സ്ഥലത്തുള്ളവരാണ്. എന്നിരുന്നാലും നമുക്കത് ഉറപ്പായിട്ട് പ്രഭു തുടങ്ങണമെന്ന് പറയുന്ന പരിപാടികളെല്ലാം നമുക്ക് വിജയിക്കുക തന്നെ ചെയ്യും പ്രഭു. പ്രഭു പറഞ്ഞിട്ടാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഭാഗവതത്തിനെ കുറിച്ച് മാത്രമേ നമ്മുടെ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ ഭക്തന്മാർക്കിടയിൽ. എന്നാൽ പ്രഭുവാണ് പറഞ്ഞത് ഭാഗവതം വീണ്ടും നമുക്ക് പല സ്ഥലത്തും ക്ലാസ് കുറച്ചും കൂടിയും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ചൈതന്യ ചരിതാമൃതത്തിനെ കുറിച്ച് നമുക്ക് ആർക്കും വലിയൊരു ക്ലാസ് മലയാളത്തിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ചൈതന്യ ചരിതാമൃതം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പ്രഭുവാണ് പറഞ്ഞത്. പ്രഭുവിന്റെ ഒരു ഇൻസ്പിറേഷനിലാണ് നമുക്ക് നമ്മള് വലിയ ഭക്തന്മാർക്ക് ക്ലാസ് കൊടുക്കാനുള്ള ഒരു യോഗ്യതയില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കുന്നു, കുറച്ച് ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അത് മതിയല്ലോ പ്രഭു, അത് മതിയല്ലോ. പ്രഭുവിനെ പോലുള്ള ഡ്യൂട്ടീസ് നമുക്ക് അസോസിയേഷൻ തരാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അത് മതി പ്രഭു. അത് തന്നെ വളരെ നല്ല സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ അതുകൊണ്ട് പ്രഭു, ചരിതാമൃതം എന്താണ് എന്നുള്ളത് നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഹരേ കൃഷ്ണ പ്രഭു. തീർച്ചയായിട്ടും വളരെ സന്തോഷം പ്രഭു. അപ്പൊ നമുക്കിത് മലയാളത്തിലെ ചൈതന്യ ചരിതാമൃതത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയുള്ള ഒരു വേദി പൊതുവേ ഇല്ല. പ്രഭു പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ തുടങ്ങിയ ഈ പ്രോഗ്രാമിന് നാളെ ആയിരക്കണക്കിന് ആൾക്കാർ സൂമിലൂടെ തന്നെ അല്ലെങ്കിൽ നേരിട്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ പ്രഭു. എന്തായാലും തുടങ്ങി വെച്ചിട്ടുള്ള അതെല്ലാം റെക്കോർഡിങ്സ് നമ്മുടെ കയ്യിലുണ്ട്. ചൈതന്യ ചരിതാമൃതം വേറൊരാൾക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ, വിതരണം ചെയ്യണമെങ്കിൽ നമ്മളും അതിന്റെ മഹത്വം അറിഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായും പ്രഭു, തീർച്ചയായും. ഇപ്പൊ നമ്മള് ഭക്തന്മാര് അതിനെക്കുറിച്ച് പഠിച്ചില്ലേ. ഗോപാല് പറഞ്ഞ് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, പക്ഷെ നമുക്ക് പുസ്തകത്തെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ ആ ഒരു എഫക്ട്, പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് പറയുമല്ലോ. അപ്പൊ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു, അത് നമ്മൾ പുസ്തകം വിതരണം ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ആവും. തീർച്ചയായും പറയും, തീർച്ചയായും. പണ്ടാണെങ്കിലും ചൈതന്യ ചരിതാമൃതം മലയാളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോ തീർച്ചയായിട്ടും കുറച്ച് ഭക്തന്മാരുടെ കാരണം കൊണ്ട് മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനെ നമ്മൾ കുറച്ച് ഒരു വേദിയിൽ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയില്ല എങ്കിൽ അത് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ അത് പ്രഭുവിന്റെ ഒക്കെ കാരണം കൊണ്ട്, പ്രഭുവിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ചൈതന്യ ചരിതാമൃതത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ പറ്റുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് പ്രഭു. ശരിക്കും പ്രഭുവിന്റെ ഇൻസ്പിറേഷനോട് കൂടി ഈ പ്രോഗ്രാം എനിക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള ആൾക്കാർ വരുമോ ഇല്ല എന്നൊക്കെ ഒരു ചോദ്യമായിരുന്നു. ആര് വന്നാലും ഇല്ലെങ്കിലും വായിക്കുന്ന ആളും കേൾക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം സക്സസ് ആണെന്നുള്ള രീതിയിൽ തുടങ്ങിയത് വലിയ വിജയം തന്നെയാണ്. കാരണം മാറി മാറി വരുന്ന ഭക്തന്മാരുടെ മനോഹരമായ ചൈതന്യ ചരിതാമൃതത്തിനെ കുറിച്ചുള്ള മലയാളത്തിലുള്ള വർണ്ണനകൾ ഇന്ന് വരെയുള്ളത് റെക്കോർഡിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രഭു. യൂട്യൂബിൽ അവൈലബിളും ആണ്. അപ്പൊ നാളെ ഒരിക്കൽ ഏതെങ്കിലും ഒരു ഭക്തന് മലയാളത്തിൽ ചൈതന്യ ചരിതാമൃതം ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രഭു അടക്കമുള്ള ഡ്യൂട്ടിമാരുടെ ക്ലാസ്സുകൾ എന്നേക്കുമായി യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. പ്രഭുവിന്റെയൊക്കെ ഇൻസ്പിറേഷനിൽ തുടങ്ങിയ പ്രോഗ്രാം ഇതുവരെ വലിയ വിജയമായിരുന്നു. ഇനിയും അത് വിജയമാക്കണം. പ്രഭു മുന്നോട്ട് വരണം. നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രഭു മുൻകൈയെടുത്ത് അത് സംഘടിപ്പിച്ചല്ലോ. അതുകൊണ്ട് പ്രഭുവൻ മാതാജിക്കും പ്രത്യേകം നന്ദി. ഓക്കെ, ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. പ്രഭുവിന്റെ ഇൻസ്പിറേഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു, അത്രമാത്രം. നന്ദി പ്രഭുജി, വളരെ നന്ദി, വളരെ നന്ദി. ധന്യവാദ്, പ്രണാം, ധന്യവാദ്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.